നമസ്കാരം. പ്രധാന വാർത്തകൾ. കെ.എൻ. ആനന്ദകുമാർ റിമാൻഡിൽ. പാതിവെള്ളി തട്ടിപ്പിൽ അറസ്റ്റിലായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ.എൻ. ആനന്ദകുമാറിനെ റിമാൻഡ് ചെയ്തു. മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം ACJM കോടതിയാണ് റിമാൻഡ് ചെയ്തത്. കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കാത്തതിനെ തുടർന്നാണ് റിമാൻഡ്. ഈ മാസം 26-നകം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇയാളുടെ ചികിത്സ സംബന്ധിച്ച കാര്യം മൂവാറ്റുപുഴ ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാം. സാക്ഷിയായി കേരള ഹൌസ്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തിന് ആകെ പ്രതീക്ഷയുണർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ കേരള ഹൌസിൽ വെച്ച് ഇന്ന് രാവിലെ 9 മണിയോടെയാണ് കൂടിക്കാഴ്ച നടന്നത്. ഇന്ന് രാവിലെ 9ഓടെ കേരള ഹൌസിലെത്തിയ കേന്ദ്രമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, KV തോമസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. കളമശ്ശേരി സെന്റ് പോൾ സ്കൂളിൽ മസ്തിഷ്ക ജ്വരം. സ്കൂൾ അടച്ചുപൂട്ടി. എറണാകുളം കളമശ്ശേരി സെന്റ് പോൾ സ്കൂളിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം അറിയിച്ചു. വൈറൽ മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5 കുട്ടികളിൽ 3 പേർക്ക് സ്വകാര്യ ആശുപത്രിയിൽ രോഗം സ്ഥിരീകരിച്ചു. രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതിനാൽ സ്കൂൾ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടു. എറണാകുളം കളമശ്ശേരിയിൽ മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് 5 വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 3 പേർക്ക് വൈറൽ മെനിഞ്ചൈറ്റിസ് രോഗം സ്ഥിരീകരിച്ചെന്ന് ഇവർ ചികിത്സയിൽ തുടരുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അറിയിച്ചു. ഇക്കാര്യം പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന തുടരുകയാണ്. കടുത്ത പനി, തലവേദന, ഛർദി എന്നിവയായിരുന്നു ലക്ഷണങ്ങൾ. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് കളമശ്ശേരി സെന്റ് പോൾസ് ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ 1-2 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കഴകം ജോലിയിൽ നിന്ന് മാറ്റണം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജീവനക്കാരൻ VA ബാലു ദേവസ്വം അധികൃതർക്ക് അപേക്ഷ നൽകി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ജാതി വിവേചനം നേരിട്ട VA ബാലു ദേവസ്വം അധികൃതർക്ക് അപേക്ഷ നൽകി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കാണ് വാട്സ്ആപ്പ് മുഖേന കത്ത് നൽകിയത്. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് തുടർ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുമെന്നും ബാലു പറഞ്ഞു. ഉത്സവകാലം അടുത്തു വരികയാണ്. താൻ കാരണം ഒരു പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴകം ജോലിക്കില്ലെന്നും ദേവസ്വം പുനഃക്രമീകരിച്ച ഓഫീസ് ജോലിക്കാണെങ്കിൽ വരാമെന്നുമുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ചികിത്സാ പിഴവ്. രോഗി മരിച്ചു. പന്തിരിക്കഴ വാഴയിൽ വിലാസിനിയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ OPയിൽ ചികിത്സ തേടിയ വിലാസിനിയെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയക്കിടെ വിലാസിനിയുടെ കുടലിന് ചെറിയ മുറിവ് പറ്റിയതായും തുന്നലിട്ടതായും ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിച്ചിരുന്നു. പിന്നീട് വാർഡിലേക്ക് മാറ്റിയ രോഗിക്ക് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഞായറാഴ്ച കട്ടിയുള്ള ആഹാരം നൽകി. ഇതോടെ വിലാസിനിയുടെ നില മോശമാവുകയായിരുന്നു. കുടലിന് പറ്റിയ മുറിവ് കൃത്യമായി ചികിത്സിക്കാത്തതാണ് രോഗിയുടെ ആരോഗ്യസ്ഥിതി മോശമാകാനും മരണം സംഭവിക്കാനും കാരണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രതിയുമായി പോയ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഒരാൾക്ക് ദാരുണാന്ത്യം. മാനന്തവാടിയിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. വഴിയോര കച്ചവടക്കാരൻ വള്ളിയൂർക്കാവ് തോട്ടുകൽ ശ്രീധരനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഇയാൾ ഉന്തുവണ്ടി കച്ചവടക്കാരനാണ്. CPM-മാരായ KB പ്രശാന്ത്, ജോളി സാമുവൽ, V കൃഷ്ണൻ എന്നിവരും ജീപ്പിലുണ്ടായിരുന്ന പ്രതി തലശ്ശേരി മാഹി സ്വദേശി പ്രബീഷ് എന്നിവർക്കുമാണ് പരിക്കേറ്റത്. ഇന്ന് 3 മണിയോടെ വള്ളിയൂർക്കാവ് ഓട്ടോ സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്.
KC വേണുഗോപാലിന്റെ ഹർജിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കും. അപകീർത്തി പരാമർശത്തിലാണ് BJP നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ കേസെടുക്കുക. ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷാന ബീഗമാണ് ഉത്തരവിട്ടത്. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MPയുമായ KC വേണുഗോപാൽ നൽകിയ ഹർജിയിൽ മേലാണ് നടപടി. പൊതുസമൂഹത്തിൽ വ്യക്തിഹത്യ നടത്താനും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും ശോഭാ സുരേന്ദ്രൻ ബോധപൂർവ്വം നടത്തിയ പച്ചനുണ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് KC വേണുഗോപാൽ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ നിശ്ചിത സമയപരിധി കഴിഞ്ഞിട്ടും മാപ്പ് പറയാൻ കൂട്ടാക്കിയില്ല. ഇതിനെതിരെയാണ് ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വേണുഗോപാൽ ഹർജി ഫയൽ ചെയ്തത്. ട്രെയിൻ തട്ടി 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് അച്ഛനും 2 വയസ്സുള്ള കുഞ്ഞും. പാലക്കാട് ലക്കിടിയിലാണ് സംഭവം. 24 വയസ്സുള്ള യുവാവും 2 വയസ്സുള്ള കുഞ്ഞുമാണ് മരിച്ചത്. കിഴക്കഞ്ചേരി കാരപ്പാടം സ്വദേശി പ്രഭുവും മകനുമാണ് മരിച്ചതെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ലക്കിടി ഗേറ്റിന് സമീപത്ത് വൈകിട്ട് 4:30 അപകടമുണ്ടായത്. യുവാവും കുഞ്ഞും പാളം മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. ചെന്നക്കത്തൂർ പൂരം കാണാനെത്തിയതായിരുന്നു ഇവർ. മൃതദേഹങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ചേർത്തലയിൽ സ്വകാര്യ ബസ് പരിശോധന. പിടികൂടിയത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. ചേർത്തല വൈറ്റില റൂട്ടിൽ സർവീസ് നടത്തുന്ന NM ബസ്സാണ് പിടികൂടിയത്. ബസ്സിൽ നിന്ന് ഒരു ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ ഡാൻസാഫാണ് ബസ് പിടികൂടിയത്. KPCC വേദിയിൽ പങ്കെടുത്ത് മുതിർന്ന CPM നേതാവ് G സുധാകരൻ. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച ഗുരുഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷത്തിലാണ് മുതിർന്ന CPI നേതാവ് C ദിവാകരനൊപ്പം G സുധാകരനും പങ്കെടുത്തത്. പരിപാടിയുടെ ഭാഗമായി മൊഴിയും വഴിയും ആശയസാഗര സംഗമം സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻ പൊതുമരാമത്ത് മന്ത്രിയായ G സുധാകരനെയും മുൻ ഭക്ഷ്യമന്ത്രിയായിരുന്ന C ദിവാകരനെയും പുകഴ്ത്തിയാണ് സംസാരിച്ചത്.